Hello everyone. ACCA, Association of Chartered Certified Accountants, ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സ് ഇന്ത്യയിലും വിദേശത്തും ഒരുപോലെ റെക്കഗ്നൈസ്ഡ് ആയ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഏറ്റവും ആദ്യം ചൂസ് ചെയ്യുന്ന കോഴ്സിലൊന്നാണ് ACCA. കാരണം ഇതൊരു UK ബേസ്ഡ് കോഴ്സാണ്. ഇത് നമുക്ക് വിദേശത്ത് പോയിട്ട് ചെയ്യാൻ പറ്റുമോ? കാരണം ACCA പഠിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വിദേശത്ത് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് പഠിക്കാൻ തന്നെ നമുക്ക് വിദേശത്ത് പോകാൻ പറ്റുമോ, വിദേശത്ത് നിന്നുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്സ് വന്നിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഏത് രാജ്യത്ത് പോയാലാണ് ഏറ്റവും നന്നായിട്ട് ACCA ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഒരു എക്സ്പേർട്ട് ഉണ്ട്, വെസ്റ്റ്മൗണ്ട് സ്റ്റഡി അബ്രോഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അജിത് സാറിനോട് നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായി ചോദിക്കാം. എങ്ങനെ വിദേശ രാജ്യത്ത് പോയി ACCA കംപ്ലീറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, ഇതെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. സോ വെൽക്കം സർ. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് കുറേ കുട്ടികൾക്ക് ACCA പഠിക്കണം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിക്കണം എന്നുള്ളവർക്കൊക്കെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സ് എന്ന് പറയുമ്പോൾ ACCA ആണല്ലോ കൂടുതൽ പേര് നോക്കുക. കുറേ പേര് നമ്മൾ ചോദിക്കാറുണ്ട് ഇത് ഇന്ത്യയിൽ പഠിക്കാതെ വിദേശത്ത് പോയിട്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിനുള്ള ബെസ്റ്റ് വേ? ശരിക്കും നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ്, അങ്ങനെ പഠിക്കാൻ ഓപ്ഷൻസ് ഉണ്ടോ? ശരിക്കും ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കിപ്പം ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ എടുക്കാം. അപ്പോൾ അയർലൻഡിൽ നമുക്ക് അവിടെ ഒരു 1 year MSc പ്രോഗ്രാം ഉണ്ട്, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്, MSc അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം. നമുക്കത് പഠിക്കുന്നതിലൂടെ ഒരു വർഷം കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ മാസ്റ്റർ ഡിഗ്രിയും കിട്ടും. പ്ലസ് അവിടെ ACCA 13 പേപ്പറാണുള്ളത്, അതിൽ 9 പേപ്പർ എക്സംഷനും കിട്ടും. പിന്നെ വരുന്നത് വെറും 4 പേപ്പറാണ്. ഈ 4 പേപ്പർ ശരിക്കും ഈ ഒരു 1 year കോഴ്സ് കഴിഞ്ഞ് അവർക്ക് ഒരു ജോലിക്ക് കയറാം. ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആ എംപ്ലോയർ തന്നെ ഇവരെ 4 പേപ്പർ പഠിക്കാൻ സ്പോൺസർ ചെയ്യും. എന്ന് വെച്ചാൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ സെയിം ടൈം വിദേശത്ത് പോയി പഠിക്കുകയും ചെയ്യാം. അതെ, നമുക്ക് 9 പേപ്പർ എക്സംപ്റ്റഡ് ആയി കിട്ടുകയും ചെയ്യും. ആ 4 പേപ്പർ പഠിക്കാനുള്ള ചെലവ് എംപ്ലോയർ വഹിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ. അതെ, തീർച്ചയായും. ആൻഡ് ഇനി അയർലൻഡിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്? ശരിക്കും ഇതൊരു മാസ്റ്റർ ഡിഗ്രിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ക്വാളിഫിക്കേഷൻ എന്തായാലും ബാച്ചിലർ ഡിഗ്രി കഴിയുക എന്നുള്ളതാണ്. അതും BCom ഓർ BBA വിത്ത് അക്കൗണ്ടിങ്. ഈ 2 കോഴ്സുകൾ കഴിഞ്ഞ ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിൽ 58% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യും. അതായത് MSc അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്ന കോഴ്സിലേക്ക്. അതെ, ഓക്കെ, റൈറ്റ്. ഈ അയർലൻഡ് എന്ന രാജ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ യൂറോപ്യൻ കൺട്രിയാണെന്ന് നമുക്കറിയാം. എന്താണ് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി സാർ പറയുകയാണെങ്കിൽ? ഇല്ല, യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള രാജ്യമാണ്, വളരെ ചെറിയൊരു രാജ്യമാണ്, ജീവിക്കാൻ ഭയങ്കര സുഖമാണ്. ഇപ്പോൾ നമുക്ക് ക്രൈം റേറ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ ചെറിയ ക്രൈം റേറ്റുള്ള വളരെ സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം എന്നുള്ളതാണ് അയർലൻഡിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. പിന്നെ സർ, വിദേശത്ത് പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ മിക്ക ആളുകളും നോക്കുന്ന ഒരു കാര്യം കൂടെയുണ്ട്, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേ ബാക്ക് ഉണ്ടാവുമോ, എത്ര വർഷം അവിടെ നമുക്ക് നിൽക്കാം എന്നുള്ളത്. അതിനെ കുറിച്ചൊന്നും ശരിക്കും ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളിൽ ഒന്നാണ് ശരിക്കും നമ്മൾ ഈ 1 year കോഴ്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് 2 വർഷത്തെ സ്റ്റേ ബാക്ക് അവിടെ കിട്ടും. 2 വർഷം എന്ന് വെച്ചാൽ 3 വർഷം ഒരു സ്റ്റുഡന്റ് ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിക്ക് 3 വർഷം അയർലൻഡിൽ നിൽക്കാനുള്ള വിസയാണ് കിട്ടുക. 3 years എന്ന് വെച്ചാൽ 1 year നമ്മൾ പഠിക്കുന്നത് പ്ലസ് 2 years സ്റ്റേ ബാക്ക്. ആൻഡ് അവിടുത്തെ ഈ ചെലവിന്റെ കാര്യം പലരും ചോദിക്കാറുണ്ട്, പാർട്ട് ടൈം ജോബിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എത്രമാത്രം ഉണ്ടെന്നൊക്കെ. എങ്ങനെയാണ് അയർലൻഡിൽ അതിനുള്ള? അയർലൻഡ് ശരിക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള രാജ്യമാണ്. ഇപ്പോൾ പാർട്ട് ടൈം ജോബ് നോക്കുകയാണെങ്കിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ പഠിക്കുന്ന 1 year ഒരു 20 മണിക്കൂർ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്, വീക്കിലി 20 മണിക്കൂർ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ ഉള്ളത്. അപ്പം നമുക്കൊരു മിനിമം എന്തായാലും ഒരു മാസത്തിൽ 80,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ അവിടെ സമ്പാദിക്കാൻ പറ്റും, മിനിമം, ഏറ്റവും മിനിമം. പ്ലസ് നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള 2 വർഷം ഫുൾ ടൈം ആയിട്ട് വർക്കും ചെയ്യാം. അതെ, അപ്പോൾ പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് അതിന്റെ അസിസ്റ്റൻസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം വെസ്റ്റ്മൗണ്ടിന്റെ പാർട്ട് എന്നത്, അതിനു മുമ്പ് ഇതിന്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയും. ഇപ്പം അയർലൻഡിലേക്ക് പോകാന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ എവിടെ തുടങ്ങണം, എന്തൊക്കെ പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകണം എന്നുള്ള കാര്യം ഒന്ന്. ഇപ്പോൾ ഒരു ഡിഗ്രി കഴിയുക എന്നുള്ളതാണ്. ഡിഗ്രി കഴിഞ്ഞു ഞാൻ പറഞ്ഞു മിനിമം 58% മാർക്ക് ഉള്ള ഒരാൾക്ക് നമ്മളെ സമീപിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിത്ത് സ്കോളർഷിപ്പ് പഠിക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ ത്രൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പും കൂടെ നമുക്ക് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അവർക്ക് എത്രയാണ് ഫീസ്, ഒരു 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയൊക്കെ സ്കോളർഷിപ്പ് നേടാനുള്ള അവസരം നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പം നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ കോളേജിൽ അപ്ലിക്കേഷൻ അയക്കുന്നത് മുതൽ അവർക്ക് ഓഫർ ലെറ്റർ എടുത്ത് അവർക്ക് ബാക്കി വിസ പ്രൊസീജിയേഴ്സ് ചെയ്ത് കൊടുത്ത് അവരവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ പിക്ക് ചെയ്ത് അവർ താമസിക്കുന്ന സൗകര്യത്തിലുള്ള അസിസ്റ്റൻസ് വരെ നമ്മൾ ചെയ്തു കൊടുക്കും. അവിടെ താമസിക്കുന്ന സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്ത് കോളേജിൽ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ ചെയ്തു കൊടുക്കും. അതെ. ആൻഡ് അബൌട്ട് യൂണിവേഴ്സിറ്റീസ്, ഏതുതരം സ്ഥാപനങ്ങളിലാണ് അഡ്മിഷൻ കിട്ടാറുള്ളത്?
അത് ഇപ്പം പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി, ഗ്രിഫിത്ത് കോളേജ് എന്ന് പറയുന്ന ഡുബ്ലിയിൽ നിന്ന് ക്യാമ്പസിലുള്ള യൂണിവേഴ്സിറ്റി കോളേജാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് ACCA കംപ്ലീറ്റ് ചെയ്യുന്നതും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അയർലൻഡിൽ പോയിട്ട് MSc അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് കഴിഞ്ഞ് ACCA കംപ്ലീറ്റ് ചെയ്യുന്നത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് അയർലൻഡിൽ പോയിട്ട് ചെയ്യുമ്പോൾ ഉള്ളത്? അതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന് ടൈം ഡ്യൂറേഷൻ എന്നുള്ളത് തന്നെയാണ്. ശരിക്കും ഇവിടെ ഒരു കുട്ടി ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മിനിമം 2 വർഷം 3 വർഷം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ കിടക്കാറുണ്ട്. പരീക്ഷ വീണ്ടും എഴുതാൻ അതിനേക്കാൾ ഡ്യൂറേഷൻ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ആദ്യത്തെ 9 പേപ്പർ എക്സംഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 1 ഇയർ മതി. കാരണം MSc അക്കൗണ്ടിങ് ഫിനാൻസ് കഴിയുമ്പോൾ തന്നെ 9 പേപ്പർ എക്സംഷൻ കിട്ടുകയാണ്. പിന്നെ 1 ഇയർ കൊണ്ട് നമുക്ക് സുഖമായിട്ട് അടുത്ത 4 പേപ്പറും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ 2 വർഷം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഇന്റർനാഷണൽ ഡിഗ്രി കിട്ടും, പ്ലസ് ACCA എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷനും കിട്ടും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ഇവിടെ 4 വർഷമൊക്കെ എടുക്കുന്നത് പ്ലസ് അവർക്ക് ഇന്റർനാഷണൽ ഡിഗ്രി ഇവിടെ കിട്ടുന്നില്ല. 4 വർഷം എടുത്തിട്ട് അവർക്ക് അവിടെ നമുക്ക് 2 വർഷം കൊണ്ട് ഇന്റർനാഷണൽ ഡിഗ്രിയും കിട്ടുവാണ്, ACCA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവാണ്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നമുക്ക് അവിടുത്തെ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കുട്ടി ഈ ഒരു 3 വർഷം 4 വർഷം പഠിക്കണമെങ്കിൽ അവർക്ക് ചിലവാകുന്ന തുക എന്ന് പറയുന്നത് ഹോസ്റ്റൽ ഫീസ് അടക്കം എന്തായാലും ട്യൂഷൻ ഫീസ് പ്ലസ് അവരുടെ എക്സാം രജിസ്ട്രേഷൻ ഫീസ് എല്ലാം അടക്കം അവർക്ക് എന്തായാലും ഒരു 6 മുതൽ 7 ലക്ഷം രൂപ വരെ ചിലവാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് അവിടെ പോയി പഠിക്കാൻ നമുക്ക് 12 മുതൽ 14 ലക്ഷം രൂപയ്ക്കുള്ളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അയർലൻഡിൽ പോയി പഠിക്കാൻ പറ്റും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ആ സമയത്ത് അവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് ഇതിനേക്കാളും അധികം രൂപ അവർക്ക് സമ്പാദിക്കാനും പറ്റുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ പഠിക്കുന്ന സമയത്ത് ചെലവ് മാത്രമേ ഉള്ളൂ. അത് ഒരു വേറൊരു അഡ്വാൻറ്റേജ് ആണ്. സോ അയർലൻഡിൽ പോയി ചെയ്യുന്ന സമയത്ത് ഒന്ന് നമുക്ക് ഡ്യൂറേഷൻ കുറയും, നമുക്ക് 2 ക്വാളിഫിക്കേഷൻ കിട്ടുകയാണ് അല്ലേ. ഈ MSc നമ്മുടെ കയ്യിലുണ്ട്, ACCA ഉണ്ട്. ഒപ്പം തന്നെ പ്രതീക്ഷിക്കുന്ന അത്ര ചെലവ് കൂടുതലല്ല കമ്പയർ ചെയ്യുന്ന സമയത്ത്. കൂടാതെ നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു MSc അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് കഴിയുന്ന ഒരാൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് MSc അക്കൗണ്ടിങ് ഫിനാൻസ് ഉണ്ട്, ACCA ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഇന്ത്യയിൽ പഠിച്ചിട്ട് കിട്ടുന്ന ഒരു ACCA പഠിച്ചിട്ട് കിട്ടുന്ന ജോലിയേക്കാളും എന്തുകൊണ്ടും വളരെ വലിയൊരു ജോലി ആയിരിക്കും. അവിടെ വലിയ സാലറി എനിക്ക് തോന്നുന്നത് 30 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപയാണ് അവിടുത്തെ പാക്കേജ് പറയുന്നത്. അപ്പം അത്രയും വലിയൊരു സാലറിയിൽ അവിടെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കിട്ടുവാണ്. IELTS ക്ലിയർ ചെയ്യണോ അയർലൻഡിലേക്ക് പോകുന്ന സമയത്ത്? എന്താണ് അതിനെക്കുറിച്ച് സാറിന് പറയാനുള്ളത്? അവിടെ ശരിക്കും ലാംഗ്വേജ് ടെസ്റ്റ് അത്യാവശ്യമാണ്. അത് IELTS ഓർ ഡൊലിംഗോ എന്ന് പറയുന്ന എക്സാം ഏതെങ്കിലും ഒന്ന് പാസ്സായാൽ മതി. നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് ഡൊലിംഗോ എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. കാരണം കമ്പാരിറ്റീവ്ലി IELTSനേക്കാളും എളുപ്പമാണ് പാസ്സാകാൻ വേണ്ടിയിട്ട്. അതെ, അത് മതി അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് വെസ്റ്റ്മൗണ്ട്, എന്തൊക്കെയാണ് സർവീസുകൾ, എന്താണ് വെസ്റ്റ്മൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്? വാട്ട് ഈസ് വെസ്റ്റ്മൗണ്ട്? യെസ്, വെസ്റ്റ്മൗണ്ട് എന്ന് പറയുന്നത് കേരളത്തിൽ 30 രാജ്യങ്ങളിലായിട്ട് 700-ലധികം യൂണിവേഴ്സിറ്റികളുടെ കേരളത്തിലെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സർവീസസുകളും ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഏത് യൂണിവേഴ്സിറ്റി, കാരണം നമ്മൾ 80,000 കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ശരിക്കും 80,000-ലധികം കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഏത് സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഏത് സ്ട്രീമിലെ സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാലും അവർക്ക് ഏത് കോഴ്സും, അവർക്ക് പറയുന്ന ഏത് കോഴ്സും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ വെസ്റ്റ്മൗണ്ട് കേരളത്തിൽ ചെയ്യുന്നത്. A to Z കാര്യങ്ങളല്ലേ? എല്ലാ കാര്യങ്ങളും. അവർക്ക് ഏതാണ് ഏറ്റവും നല്ല കോഴ്സ് ഏതായിരിക്കും, വിച്ച് യൂണിവേഴ്സിറ്റി, അതുപോലെ ഏത് രാജ്യം, പിന്നെ എല്ലാ കാര്യങ്ങളും. തീർച്ചയായും, കാരണം അവരെ കൃത്യമായിട്ട് കൗൺസിൽ ചെയ്യണം. കൃത്യമായിട്ട് അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണെന്ന് നോക്കിയിട്ട് അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് ഏത് രാജ്യമാണ് അവർക്ക് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ രാജ്യം ഏതാണ്, അവർക്ക് പറ്റിയ കോഴ്സ് ഏതാണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ വിസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഓക്കെ. അതുപോലെ നേരത്തെ പറഞ്ഞ അവിടെ പോയി കഴിഞ്ഞാൽ പിക്കപ്പ് മുതലുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യം നമ്മൾ എല്ലാ രാജ്യത്തും നമ്മളുടെ ആൾക്കാരുണ്ട്. അപ്പം അവർ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു കുട്ടി വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട്. കാരണം ഇവിടുന്ന് ഏറ്റവും ബുദ്ധിമുട്ട് പാരൻസിനൊക്കെ ഉണ്ടാവുന്ന അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സഹായിക്കാൻ ആൾക്കാരുണ്ടോ എന്നൊക്കെ ഉള്ളതായിരിക്കും. നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മൾ ആൾക്കാരുണ്ട്. സോ ACCA എന്ന കോഴ്സ് വിദേശത്ത് നിന്ന് പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയർലൻഡിൽ പോയിട്ട് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ MSc ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിനോടൊപ്പം തന്നെ ACCA ചെയ്യുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് വെസ്റ്റ്മൗണ്ട് ടീമുണ്ട്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അസിസ്റ്റൻസും കിട്ടും. സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എനിവേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ചാനൽ. താങ്ക് യു വെരി മച്ച് സർ. ഇറ്റ് വാസ് റിയലി നൈസ് ടു മീറ്റ് യു.